അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് പൊട്ടിച്ചത്. ഒരു പിങ്ക് നെറ്റ് മെറ്റീരിയലും ഒരു പാൻറ്റീസുമായിട്ട്. അപ്പോൾ കുക്കൂസ് അടങ്ങിയിരിക്കാത്തതുകൊണ്ട് കുക്കൂസിനെ പപ്പ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ബോക്സൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഒരു പിങ്ക് കളറും ഒരു ആഷ് കളറുമായിട്ടുള്ള ഉടുപ്പാണ്. ഒരു ഉടുപ്പിന് ഓവർകോട്ട് പിങ്ക്, ഡാർക്ക് പിങ്ക് കളറുമായിട്ട് നല്ല ഭംഗിയുണ്ട്. അടുത്ത കവറിൽ ഒരു പേസ്റ്റൽ പിങ്കിൻ്റെ ഒരു ഫ്രോക്കാണ്. ഇത് ഗ്ലേസിങ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അതങ്ങനെ ഓവർകോട്ട് വരും, നല്ല ഭംഗിയുണ്ട്. അടുത്തത് പൊട്ടിക്കാൻ ഏത് പൊട്ടിക്കും എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുവാണ്. അങ്ങനെ ആൻറ്റി എടുത്ത് ഒരെണ്ണം പൊട്ടിച്ചു. അത് നല്ലൊരു മെറ്റീരിയലാണ്. ഷർട്ടിൻ്റെ സ്ട്രൈപ്സൊക്കെ വന്നിട്ട് അത് ഞങ്ങൾ ഇട്ടായിരുന്നു കുക്കൂസിന്. നല്ല ഭംഗിയുണ്ടായിരുന്നു കുക്കൂന്. അടുത്ത ബോക്സ് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തും ഒരു പേസ്റ്റൽ, എന്താണ് അതിൻ്റെ കളർ ഷെയ്ഡ് എനിക്കറിയത്തില്ല, നല്ലൊരു ഉടുപ്പായിരുന്നു കേട്ടോ. ഒരു കോട്ടൺ ഫ്രോക്ക് മെറ്റീരിയൽ. അടുത്തതൊരു നല്ല പ്യുവർ വൈറ്റുള്ള ഒരു ബ്ലാക്ക് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇട്ടാലും നല്ല രസമായിരിക്കും. പള്ളിയിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് ഒരു പീച്ച് കളർ റോംബറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഒരു പേസ്റ്റൽ പീച്ച് കളറിലെ ബനിയാനും മെറൂൺ കളർ പാൻറ്റും, അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ബനിയാനും യെല്ലോ കളർ നിക്കറുമായിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലാണ്. അടുത്തതും ഒരു യെല്ലോയും ഒരു പിങ്കും വയലറ്റും കൂടി കഫ്തയായിട്ട് കുഞ്ഞു സ്കേർട്ടായിട്ട്. ഇത് രസമാണ്. അടുത്തത് ഒരു റെയിൻബോ കളർ പോലത്തെ ഒരു വൈറ്റിൽ റെയിൻബോ കളറിൻ്റെ ഫ്രോക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഏത് ബോക്സിലൊക്കെയാണ് ഗിഫ്റ്റ് ഇരിക്കുന്നതെന്ന്. അടുത്തത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അൺബോക്സ് ചെയ്തപ്പോൾ എല്ലാവർക്കും, ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലായിരുന്നു. ഒരു പിങ്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഇത് രസമാണ് അല്ലേ. അതൊക്കെ ഇട്ടിട്ട് വന്നാൽ കുക്കുപ്പെണ്ണ് സൂപ്പറായിരിക്കും. ഇനി അടുത്ത പെട്ടി തപ്പിക്കൊണ്ട് കിടക്കുവാണ്. ഇതെല്ലാം കൂടി കിടന്നിട്ട് ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അടുത്തത് ഒരു വൈറ്റ് ബനിയാനും ഒരു പേസ്റ്റൽ പിങ്ക് കളറിലെ ഒരു റോംബർ പോലത്തെ നിക്കർ റോംബർ വരുന്നത്. എല്ലാം നല്ല ഭംഗിയുണ്ട്. കൂടുതലും പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും പേസ്റ്റൽ കളേഴ്സാണ് കൂടുതൽ കിട്ടിയത്. അടുത്തത് നമ്മുടെ മെയിൻ കാറ്റസ്, സിംഗിങ് കാറ്റസോ, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ അത് കിട്ടി. അതങ്ങനെ ഓപ്പൺ ചെയ്ത് കുക്കുപ്പെണ്ണിനെ കാണിച്ചു കൊടുത്തപ്പോൾ കുക്കുപ്പെണ്ണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്തുവാണ് ഈ സാധനം എന്ന് നോക്കിക്കൊണ്ടിരിക്കുവോ. കൈ കൊടുക്കാൻ പറഞ്ഞിട്ടോ. ചില പിള്ളേർക്കത് പേടിയായിരിക്കും. നമ്മുടെ കുക്കൂസ് ഇച്ചിരി ധൈര്യമുള്ള കുട്ടിയപ്പലാവും. അത് കൊടുക്കാൻ പറഞ്ഞിട്ട് കിടന്ന് കാണിക്കുക. അങ്ങനെ കുക്കൂന് അത് ഇഷ്ടപ്പെട്ടു. അടുത്തത് കുക്കൂസിന് കിട്ടിയ ഒരു വെരി സർപ്രൈസ്ഡ് ആൻഡ് വെരി പ്രഷ്യസ് ഗിഫ്റ്റ് ഉണ്ട്. മാലയും 2 വളയും ഗോൾഡിൻ്റെ. അടുത്തത് ഇനി കുക്കുവിന് അത്യാവശ്യമുള്ള ഘടകമാണ്. കുക്കു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് വേണ്ട വെള്ളിക്കൊലുസും ഒരു വെള്ളി അരഞ്ഞാണമാണ്. ഇത് ക്യൂട്ടായിരിക്കും. ഭയങ്കര ഫുള്ളിങ്ങനെ മണികളൊക്കെയുള്ള പാദസരമാണ്. ഇട്ട് നടക്കുമ്പോൾ തന്നെ കിലുക്കവും അതിൻ്റെ കൂടെ അരഞ്ഞാണവും പാദസരവും ഒക്കെ ഉണ്ട്. പാദസരം എടുത്ത് സോഫയുമ്പോൾ കാണിക്കുവായിട്ട് കുലുക്കി നല്ല നിറയെ മണികളുള്ള പാദസര. പിന്നെ ഉള്ളത് ഇതേ പൊന്നിച്ചിച്ചിയുടെ ഗിഫ്റ്റ്.
സൈക്കിൾ പപ്പാപ്പ വാങ്ങിച്ചു കൊടുത്ത് സോഫിയമ്മ വാങ്ങിച്ചു കൊടുത്ത് സോഫിയമ്മ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്.